ശ്രീവിദ്യാ പദ്ധതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ഒന്നാണെന്നും അത് ഒന്നായി തീരുമ്പം ഞാനില്ല. ഭാഗവതം കിളിപ്പാട്ടുമാണ് എഴുതിയത്. അത് ഭക്തിരസപ്രധാനമായിട്ടാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താരാണ്? ഈ താർമകൾ കൻപുള്ള തത്തയാണ്. തത്തയാണോ ഈ താർമകൾ? ഭഗവതിയുടെ ലീലാവിലാസമാണോ വലുത്? നിങ്ങൾ ശ്രീചക്രത്തിന്റെ ആകൃതി നോക്കും. മേരുവിന്റെ അടിവശം ഏറ്റവും വിസ്താരമായ വശം കഴിഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ വശം ഒരു ബിന്ദു മാത്രമേ ഉള്ളൂ. എവിടുന്ന് വന്നാലും ഈ ബിന്ദുവിലേ തീരുള്ളൂ. അപ്പോൾ ഈ ബിന്ദുവിൽ അവസാനിക്കുന്ന വിദ്യകളൊക്കെ തന്നെയും നിങ്ങളുടെ ആധാരചക്രങ്ങൾ തന്നെയാണ് ശ്രീചക്രത്തിന്റെ ആവരണങ്ങൾ. അതല്ലാതെ കൗള പദ്ധതി വരുമ്പോൾ നിങ്ങൾക്ക് പുറത്ത് ആരാധിക്കാം. ഇപ്പോഴാണ് ഈ വെറ്റിലടക്കയും പുകലയും ഒക്കെ ആയത്. ഈ പുകലയൊന്നും നമ്മുടെ നാട്ടിൽ പണ്ടില്ല. ഈ ഏലം, ഗ്രാമ്പു, ഇങ്ങനെയൊക്കെ പറയുന്ന വാൽമുളക്, ഇങ്ങനെയൊക്കെ പറയുന്ന 10 ദ്രവ്യങ്ങളുണ്ട്. ഈ 10 ദ്രവ്യങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ആ കൂടെ ചുണ്ണാമ്പുണ്ടോ? ഇതാണോ യഥാർത്ഥ താമ്പൂലം? ആണ്. നമ്മുടെ മന്ത്രോപാസന വിധികൾ ഭയങ്കര രസമാണ്. ഒരു ദേവതയായിട്ട് ബന്ധപ്പെട്ട വസ്ത്രം, പുഷ്പം, ജലം, ആ ദേവതയായിട്ട് ബന്ധപ്പെട്ട ആഹാരം, ആ ദേവതയായിട്ട് ബന്ധപ്പെട്ട ആസനം, ഇരിപ്പിടം, ആ ദേവതയായിട്ട് ബന്ധപ്പെട്ട സകല വസ്തുക്കളും, ഈവൻ താമ്പൂലം വരെ നമ്മൾ മുറുക്കാനില്ലേ, അതുപോലും ആ ദേവതയായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. ഓരോ ദേവതയായിട്ട് ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളും ഉള്ളതുപോലെ തന്നെ താമ്പൂലമുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കർപ്പൂരവീടിക ഒരു താമ്പൂലത്തിൻ്റെ പേരാണ്. കർപ്പൂരവീടിക എന്ന് പറയുന്നത് ശ്രീവിദ്യോപാസകർ ഉപയോഗിക്കേണ്ട താമ്പൂലാണ്. ഈ 10 ദശദ്രവ്യ താമ്പൂലം എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. സാധാരണ ഗായത്രി ഉപാസന ചെയ്യുന്നവർ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നതാണ്. ഈ മുറുക്കാഞ്ചെല്ലം എന്ന് പറയുന്ന സംവിധാനം ഇപ്പോഴാണ് ഈ വെറ്റിലടക്കയും പുകലയും ഒക്കെ ആയത്. ഈ പുകലയൊന്നും നമ്മുടെ നാട്ടിൽ പണ്ടില്ല. ഇതൊന്നും അല്ല ഉപയോഗിച്ചിരുന്നത്. ഈ ഏലം, ഗ്രാമ്പു, ഇങ്ങനെയൊക്കെ പറയുന്ന വാൽമുളക്, ഇങ്ങനെയൊക്കെ പറയുന്ന 10 ദ്രവ്യങ്ങളുണ്ട്. ഈ 10 ദ്രവ്യങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ആ കൂടെ ചുണ്ണാമ്പുണ്ടാവും. ഇതാണോ യഥാർത്ഥ താമ്പൂലം? ആണ്. ഈ സാധനമൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഈ വായു ക്യാൻസറൊക്കെ വന്നു തുടങ്ങിയത്. മറ്റേതല്ല. ഈ സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ടിട്ടാണ് ആ മുറുക്കാൻ ഉണ്ടാക്കിയിരുന്നത്. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവർക്ക് മസ്തിഷ്കത്തിലേക്കുള്ള പറഞ്ഞ രക്തപ്രവാഹം നന്നാവുമായിരുന്നു, താടിയലിന് ബലം ഉണ്ടാവുമായിരുന്നു, അതുപോലെ തന്നെ എപ്പോഴും ഉന്മേഷമായിട്ട് ഉണർന്നിരിക്കുമായിരുന്നു, കണ്ണുകൾക്ക് ഗുണമുണ്ടാകുമായിരുന്നു. അങ്ങനെ എല്ലാ പ്രയോജനവും ഇതുകൊണ്ടുണ്ടായിരുന്നു. അതിന് പകരം ഈ വിഷം വാങ്ങി ഇപ്പം ചവയ്ക്കുമ്പോഴാണ് ആളുകൾക്ക് പല്ലു പോകാനും നാക്ക് ചുവന്നു വരാനും രുചിയില്ലായികയൊക്കെ വന്നു തുടങ്ങിയത്. മുമ്പ് ഈ മുറുക്കാഞ്ചെല്ലം എന്ന് പറഞ്ഞാൽ ഈ 10 സാധനങ്ങൾ വെക്കാനുള്ള ഒരു മടക്ക് കത്തി വെക്കാൻ ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. ഈ മുറുക്കാഞ്ചെല്ലത്തിനകത്ത് സാളഗ്രാമമൊക്കെ ഉണ്ടാവും. അഭിഷേകം ചെയ്ത് തിരിച്ച് അവിടെ എടുത്തു വയ്ക്കും. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ അതിൽ അശുദ്ധമാകുന്നുണ്ടോ? ഇല്ല. അതേ സമയത്ത് പുകലയും കൂടെ ഉണ്ടെങ്കിലോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ താമ്പൂലപ്പെട്ടികൾ, പഴയ താമ്പൂലപ്പെട്ടികൾ നോക്കിയാൽ കാണാം, അതിൽ ഈ 10 അറയുള്ളതൊക്കെ ഉണ്ട്. ഈ 10 എണ്ണം മാറി വെക്കുമ്പോഴാണ് ഓരോ താമ്പൂലത്തിനും ഓരോ പേര് വരുന്നത്. അതോ അതിന്റെ കോമ്പിനേഷൻ ആണ്. രൂക്ഷത കൂടുമ്പോൾ ശാക്തയായിട്ടുള്ള താമ്പൂലങ്ങൾക്ക് രൂക്ഷത കൂടുതലാണ്, വൈഷ്ണവായിട്ടുള്ള അത്ര രൂക്ഷതയില്ല. പിന്നെ താമ്പൂലം എന്ന് കേൾക്കുമ്പോൾ ഒരു വെറ്റില, ഒരടയ്ക്ക, ഒരു പുകയില, ഇതാണ്. പിന്നെ വെളുത്ത ചുണ്ണാമ്പ്, ഇതും കൂടെ ആകുമ്പോൾ താമ്പൂലായി എന്നാണ് നമ്മൾ കരുതുന്നത്. ശരിക്കും വെറ്റില അടയ്ക്കയും ചുണ്ണാമ്പേ ഉള്ളൂ. മിനിമം പദ്ധതി 3 എണ്ണമാണ്. അത് വെറ്റില അടയ്ക്ക, ചുണ്ണാമ്പാണ്. പുകലയൊന്നും നമ്മുടെ പദ്ധതിയിലില്ല. നമ്മളിപ്പോൾ ദേവതാ സമർപ്പണത്തിൽ നമ്മൾ കർപ്പൂരാദി സഹിതം താമ്പൂലം സമർപ്പയാമി എന്ന് പറയും. അപ്പം കർപ്പൂരം എന്ന് പറയുന്നത് പച്ചക്കർപ്പൂരാണ്. ഈ പച്ചക്കർപ്പൂരം അധികം ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു ശകല, കാരണം പല്ലൊക്കെ ദ്രവിക്കും. അപ്പോൾ പച്ചക്കർപ്പൂരമാണ് അതിനകത്ത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം. അപ്പം അതോടുകൂടി സകല ദ്രവ്യങ്ങളോടും കൂടിയുള്ള താമ്പൂലം കൊടുക്കുന്നു എന്നാണ് ആ സങ്കല്പം. ഇപ്പം അതിന് പകരം നമ്മളൊരു വെറ്റിലടയ്ക്കും മാത്രം നിവേദിക്കും. ശരിക്കും ആ താമ്പൂലം ഉദ്ദേശിക്കുന്നത് ഈ ദേവതയ്ക്ക് നമ്മൾ ഈ ചവയ്ക്കാനെടുക്കുന്ന അതേ താമ്പൂലം തന്നെ നിവേദിക്കണം. ഒരു മന്ത്രോപാസനയുടെ സമയത്ത് ആ ദേവതയ്ക്ക് നിവേദിച്ചത് തന്നെ കഴിക്കണം. ആ ദേവതയ്ക്ക് ദേവതാസ്മരണയോടുകൂടി ജീവിക്കണം. അപ്പോൾ ആ സമയത്ത് ഉപയോഗിക്കേണ്ടത് ദേവതയ്ക്കുള്ള താമ്പൂലാണ്. അതിനാണ് മന്ത്രോപാസന വിധി. അങ്ങനെയാണ്. അത് മാറിയിട്ട് ഇപ്പം എന്തായി? പുകലയായി. ഈ വെറ്റിലടയ്ക്ക, പുകല എന്നുള്ളതാണ് താമ്പൂലം എന്നുള്ള ധാരണയിലാണ് ആളുകൾ ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ള താമ്പൂലങ്ങൾക്ക് അശുദ്ധിയില്ല. നമ്മളിപ്പം ചവച്ചുകൊണ്ട് നടന്നതിൻ്റെ പേരിൽ ക്ഷേത്രത്തിലൊന്നും അശുദ്ധി വരില്ല. ഇത് വെളിയിൽ തുപ്പുന്നില്ല, 1. 2, എന്തും വായിന്ന് വെളി വന്നാൽ മാത്രമേ അശുദ്ധമാവുള്ളൂ. വായിലകത്ത് കിടന്നാലൊന്നും അശുദ്ധി വരില്ല. ഉമിനീരില്ലാത്ത വായില്ലല്ലോ. ക്ഷേത്രത്തിലപ്പോൾ പൂജാരിമാര് അകത്ത് വെച്ച് പുകയിലൊന്നും പറ്റില്ല. ഈ ദശദ്രവ്യ താമ്പൂലമൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നു.
കാരണം ക്ഷേത്രങ്ങൾ അനുഷ്ഠാനത്തിനും കൂടി ഉള്ളതായിരുന്നല്ലോ, സമൂഹ ഉപാസനയ്ക്ക് വേണ്ടി മാത്രമല്ല, അനുഷ്ഠാനം ചെയ്യുന്നവർക്കും കൂടി ഉള്ളതായിരുന്നു ക്ഷേത്രം. അപ്പോൾ ഇതെല്ലാം പതിവുണ്ടായിരുന്നു. അത് പക്ഷേ വഴിമാറി, എന്തായി, ഈ പുകലയ്ക്ക് വഴിമാറി. അപ്പോഴാണ് അപകടമായത്. അതുവരെ അത്ര അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ക്രൈമായിട്ടൊന്നും കണക്കാക്കിയിരുന്നില്ല. പിന്നെ അവിടെ വീഴാനൊന്നും പാടില്ല, വായിൽ നിന്ന് അത് വീഴാനോ ഒന്നും പാടില്ല അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആ ഒരു പരിഗണന അനുസരിച്ച് അകത്ത് അങ്ങനെ മുറുക്കലില്ല. പക്ഷേ മുറുക്കിയെന്ന് വെച്ച് തായിലിട്ടു എന്ന് വെച്ചൊന്നും പ്രശ്നം വരില്ലായിരുന്നു. പക്ഷെ ഇപ്പം നീ എന്താ ഈ പുകലെല്ലാം കൊണ്ടുവന്ന് മുറുക്കാനൊക്കെ തുടങ്ങി. ഇതൊക്കെ നേതൃത്വത്തിൽ എവിടെയെങ്കിലും സ്പർശിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടാവും. ചേട്ടാ, ഈ ഉപാസനകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നതും അല്ലെങ്കിൽ ഉപാസനയുടെ അത്രയും മൂല്യങ്ങൾ, ശക്തി കൂടുതലുണ്ട് എന്ന് പറയുന്നൊരു ഉപാസനയാണ് ശ്രീവിദ്യ ഉപാസന. യഥാർത്ഥത്തിൽ ഈ ശ്രീവിദ്യ ഉപാസന നമുക്ക് ഒറ്റയടിക്ക് തീർക്കാൻ കഴിയുന്നതാണോ? കാരണം ഇന്ന് 1 മാസം കൊണ്ടും 2 മാസം കൊണ്ടും ശ്രീവിദ്യ ഉപാസന മൊത്തത്തിൽ തീർക്കുന്ന, അല്ലെങ്കിൽ ദീക്ഷ തന്നെ കൊടുത്ത് തീർക്കുന്ന ഒരു സംരംഭത്തിലേക്ക് പോകുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിനെ കണക്കാക്കുന്നത്? എല്ലാ ആത്മാക്കളും, എല്ലാവരും, എല്ലാ ആത്മാവിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം മുക്തിയാണ്. മുക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ജന്മങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവനവൻ്റെ കർമ്മപ്രാരാബ്ദങ്ങൾ അനുഭവിച്ച് മുക്തിയിലേക്കുള്ള യാത്രയിലാണ് ഞാനും ഇദ്ദേഹവും സകല ആളുകളും. ഇതിനിടയിൽ വെച്ചിട്ട് അനുഷ്ഠാനം എന്ന് പറയുന്ന ഒരു പദ്ധതിയിലേക്ക് ഒരാൾ തിരിയുക എന്ന് പറയുന്നത് അയാളുടെ പൂർവ്വജന്മ അല്ലെങ്കിൽ അനേക ജന്മങ്ങളിലെ പുണ്യത്തിൻ്റെ ഫലം കൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ, നാരായണ എന്ന് വിളിക്കുമ്പം കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ ആ സംഗതി എത്താനായിട്ട് നിങ്ങൾ എത്രയോ ലക്ഷം ജന്മങ്ങൾ എടുത്തിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് അതൊരു തമാശയായിട്ട് തോന്നുള്ളൂ. അപ്പം ഇങ്ങനെയല്ല, ഇതൊന്നും അല്ല, മറ്റേ സുരാജ് പറയുന്ന പോലെ ഇങ്ങനെയൊന്നും അല്ലടാ എന്ന് തോന്നുന്ന സ്റ്റേജ് വരണമെങ്കിൽ കുറേ കാലം കഴിയണം. ശ്രീവിദ്യാ പദ്ധതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ഒന്നാണെന്നും അതൊന്നായി തീരുമ്പം ഞാനില്ല എന്നും അവനവനെ ബോധ്യം വരുത്തുന്നത് എന്തോ അത് ശ്രീവിദ്യയാണ്. അപ്പം എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്, ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ല ഓർക്കിൽ ഞാനായത് ആത്മാവെന്ന് മോഹൈക ഹന്ത്രിയായുള്ളത് വിദ്യകൾ എന്ന് ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട് രാമൻ. നിങ്ങൾ ശരീരമാണെന്ന് നിങ്ങൾക്ക് എന്താണോ ബോധ്യം വരുത്തുന്നത് അത് അവിദ്യയാണെന്നും, നിങ്ങൾ ശരീരമല്ല, നിങ്ങൾ ആത്മാവാണെന്ന് നിങ്ങൾക്ക് എന്താണോ ബോധ്യം വരുത്തുന്നത് അത് വിദ്യയാണെന്നുമാണ് എഴുത്തച്ഛൻ പറഞ്ഞത്. എഴുത്തച്ഛൻ തന്നെ സാധാരണയിൽ കവിഞ്ഞ ഒരു ശ്രീവിദ്യോപാസകനായിരുന്നു, പരാഭട്ടാരകനുമായിരുന്നു. ഞാനത് പറയുമ്പോൾ അവരെല്ലാവരും എന്നോട് ചോദിച്ചു, എഴുത്തച്ഛൻ സാറിന് ഒരു വൈഷ്ണവ യോഗിയായിട്ടാണ് കണക്കാക്കാറ്. ശരി തന്നെയാണ്. അദ്ദേഹം രാമായണവും ഭാഗവതവും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കിളിപ്പാട്ടിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ രാമായണത്തിലെ കിളിപ്പാട്ട് തുടങ്ങുന്നത് തന്നെ താർമകൾ കൻപുള്ള തത്തേ വരികടോ താമസശീലം അകറ്റേണമാശുനി എന്നാണ്. ഏതാണ് ഈ തത്ത? ഇത് എവിടുന്ന് വന്നു? താർമകൾ ആരാണ്? താർമകൾക്ക് അൻപുള്ള തത്തയെ, സാക്ഷാൽ മാതങ്കിയുടെ കയ്യിലിരിക്കുന്ന തത്തയാണ് അദ്ദേഹം വിളിക്കുന്നത്. ആ തത്ത എന്ന് പറയുന്നത് മാതങ്കിയുടെ ലീലാവിലാസമാണ്. മാതങ്കി അദ്ദേഹത്തിൻ്റെ നാവിൽ വന്ന് വിളയാടുന്നതാണ് തത്ത എന്ന് പറയുന്നത്. അപ്പം ഉപാസന ഇല്ലാത്തൊരാൾക്ക്, ശ്രീവിദ്യ ഉപാസന ഇല്ലാത്തൊരാൾക്ക്, മാതങ്കി അറിയാത്തൊരാൾക്ക് ഈ തത്തയെ വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അവിടെ ഒരു വാസുദേവൻ നമ്പൂരി എന്ന് പറഞ്ഞൊരാൾ എന്നോട് പറഞ്ഞു, എഴുത്തച്ഛൻ വിവർത്തനം ചെയ്ത് നശിപ്പിച്ചു അത്രേ ഭാഗവതം രാമായണം. ഒന്ന്, അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടില്ല. അദ്ദേഹം എഴുതിയത് അധ്യാത്മരാമായണമാണ്, ഭാഗവതം കിളിപ്പാട്ടുമാണ് എഴുതിയത്. അത് ഭക്തിരസപ്രധാനമായിട്ടാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താരാണ്? ഈ താർമകൾ കൻപുള്ള തത്തയാണ്. അപ്പം ഈ തത്തയാണോ, ഈ താർമകൾ ഭഗവതിയുടെ ലീലാവിലാസമാണോ വലുത്, അതോ മറ്റേ അദ്ദേഹം പറഞ്ഞ വിവർത്തനം ശരിയായ രീതിയിൽ ഗ്രാമാറ്റിക്കലായിട്ട് വേണം എന്ന് പറയുന്നതാണോ ശരി? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ശ്രീവിദ്യാ പദ്ധതി എന്ന് പറയുന്നത് തന്നെ മോക്ഷവിദ്യയാണ്. നിങ്ങൾ അനേക ജന്മങ്ങളെടുത്ത് നിങ്ങൾ മോക്ഷത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വരപ്രസാദമാണ് ശ്രീവിദ്യാ പദ്ധതി. എല്ലാവർക്കും ശ്രീവിദ്യ തന്നെ ആയിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. അനേക വിദ്യകളിൽ ഒരു വിദ്യയാണ് ശ്രീവിദ്യ, അല്ലെങ്കിൽ എല്ലാ വിദ്യയും ശ്രീവിദ്യ തന്നെയാണ്. എല്ലാ വിദ്യകളും ശ്രീവിദ്യ തന്നെ. മോക്ഷത്തിന് കാരണമാകുന്ന വിദ്യകളെല്ലാം ശ്രീവിദ്യ തന്നെയാണ്. എല്ലാ വിദ്യകളും തുടങ്ങുന്നത് പല പദ്ധതിയിൽ നിന്നാണ്, പക്ഷെ യോജിക്കുന്ന ഒരു സ്ഥലത്താണ്.
നിങ്ങൾ ശ്രീചക്രത്തിൻ്റെ ആകൃതി നോക്കും. മേരുവിൻ്റെ അടിവശം ഏറ്റവും വിസ്താരമായ വശം കഴിഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ വശം ഒരു ബിന്ദു മാത്രമേ ഉള്ളൂ. എവിടുന്ന് വന്നാലും ഈ ബിന്ദുവിലേ തീരുള്ളൂ. അപ്പോൾ ഈ ബിന്ദുവിൽ അവസാനിക്കുന്ന വിദ്യകളൊക്കെ തന്നെയും ശ്രീവിദ്യ തന്നെയാണ്. പ്രത്യേകമായിട്ട് അത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ബിന്ദുവിൽ നമ്മളിപ്പോൾ ശ്രീവിദ്യാദേവി എന്ന് പറയുന്ന ത്രിപുര സുന്ദരിയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഒരുപാട് ദേവതകളെ ആ ബിന്ദുവിലേക്ക് അല്ലെങ്കിൽ അതിലെ ആ ദേവതയെ മാറ്റി മാറ്റി ആരാധിക്കുന്നില്ലേ ആളുകൾ ശ്രീചക്ര ഉപാസനയിൽ? നോക്കൂ, ഈ ശ്രീവിദ്യാ പദ്ധതി ഒരു പ്രത്യേക പദ്ധതിയാണ്. അതിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തിലെ ഒരു ഭാഗമാണ് ശ്രീചക്രത്തിൻ്റെ ആരാധനാ പദ്ധതി. അതായത് 2 പദ്ധതികളാണ്. സമയം, കൗളം. നിങ്ങൾ സമയാചാര പദ്ധതിയിലാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ശ്രീചക്രം. പുറത്തൊരു ചക്രത്തിൻ്റെ ആവശ്യമില്ല. കഴിക്കേണ്ടതെല്ലാം ഉള്ളിലേക്കാണ്. അതായത് ദേവിക്ക് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ദേവി അവനവൻ തന്നെയാണ്, പ്രത്യേകമൊന്നുമില്ല. നിങ്ങളുടെ ആധാര ചക്രങ്ങൾ തന്നെയാണ് ശ്രീചക്രത്തിൻ്റെ ആവരണങ്ങൾ. അതല്ലാതെ കൗള പദ്ധതി വരുമ്പോൾ നിങ്ങൾക്ക് പുറത്ത് ആരാധിക്കാം. അതിൽ തന്നെ പഞ്ചമകാര പദ്ധതിയുണ്ട്, പഞ്ചോപചാര പദ്ധതിയുണ്ട്. വാമം, ദക്ഷിണം. നിങ്ങൾക്ക് അങ്ങനെ ആരാധിക്കാം. ഇതിൻ്റെ ഏതെങ്കിലും 2 ഭാഗങ്ങൾ ചേർത്ത് അല്ലെങ്കിൽ 3 ഭാഗങ്ങൾ ചേർത്ത് ഉപയോഗിക്കുന്ന മിശ്രമായ പദ്ധതിയുണ്ട്. അത് പുതിയതായിട്ടുണ്ടായ ഒന്നാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് ഏതാണോ യോജിച്ചത് ആ പദ്ധതി അനുസരിച്ച് നിങ്ങൾക്ക് ഉപാസിക്കാം. ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മൂലാധാരത്തിലെ കുണ്ടലിനി, സഹസ്രാരത്തിലെ ശിവശക്തി സംയോഗം മാത്രമേ ഉള്ളൂ. അത് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്തോ അത് ശ്രീവിദ്യയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും പണിയെടുക്കുന്നത്. ഇനി ഈ പുറത്ത് ശ്രീചക്ര പൂജയില്ലേ, അതിനെന്നും നിങ്ങൾക്ക് വരയ്ക്കണം, എന്നും ഈ ചക്രം വരയ്ക്കണം. അതിൻ്റെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരം, തിരോധാനം, ലയം, ഈ പദ്ധതികളെല്ലാം തന്നെയും ഈ പൂജയിൽ ആവർത്തിക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ വീണ്ടും മായ്ച്ചു കളയണം, വീണ്ടും ഇത് പിറ്റേ ദിവസം ഇടണം. അപ്പം അങ്ങനെ സാങ്കേതികമായ ബുദ്ധിമുട്ട് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് ലോഹം കൊണ്ട് വരയ്ക്കും. പിന്നെ മാറ്റണ്ട. അങ്ങനെ വെറുതെ വരച്ചാൽ അത് ലിഖിതം അല്ലെങ്കിൽ ഭൂപ്രസ്ഥാരം. പിന്നീട് അടുത്ത പ്രസ്ഥാനം വന്നു, അതാണ് മേരു. മേരു എന്ന് പറഞ്ഞാൽ ഇതിനെ 3 ഡയമെൻഷനിലായിട്ട് മാറ്റി. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നു. അതായത് നമുക്ക് തുല്യമായിട്ട് നേരെ ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവരണങ്ങളെ പ്രത്യേകമായിട്ട് കാണാൻ പറ്റും. മറ്റേത് നമ്മൾ മുകളിൽ നിന്ന് നോക്കിയാൽ മാത്രമേ ആവരണങ്ങൾ കാണുന്നുള്ളൂ. ഇതങ്ങനെയല്ല. ഇത് നമുക്ക് നേരെ നോക്കിയാൽ തന്നെ ആവരണങ്ങളെ വ്യക്തമായിട്ട് കാണാനും ഒക്കെ പറ്റും. ഇപ്പോൾ ഒരു അർഘ്യം കൊടുക്കണമെങ്കിൽ നമുക്ക് 3ാമത്തെ ആവരണത്തിലാണ് അർഘ്യം കൊടുക്കേണ്ടതെങ്കിൽ അത് ഭൂപ്രസ്ഥാനത്തിൽ ബുദ്ധിമുട്ടാണ്, എല്ലായിടത്തും വീഴും. മറ്റേത് ആ ആവരണത്തിൽ തന്നെയായിട്ട് നമുക്ക് അർഘ്യം കൊടുക്കാം. ഇങ്ങനെ എളുപ്പത്തിലായപ്പോഴാണ് ഇത് ലോഹം കൊണ്ട് ഉണ്ടാക്കി തുടങ്ങിയത്. അതാണ് മേരു എന്ന് പറയും. മേരുവിൽ തന്നെ അർദ്ധമേരു, പൂർണ്ണമേരു, കൂർമ്മപ്രസ്ഥാരം, മേരു പ്രസ്ഥാരം, കൈലാസ പ്രസ്ഥാരം, വജ്രപ്രസ്ഥാരം, ഇങ്ങനെയൊക്കെ പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പം ത്രികോണം വരെയുള്ള എല്ലാ ത്രികോണങ്ങളും മേരുവായിട്ടും ദളങ്ങൾ വെറുതെ വരച്ച രീതിയിൽ വരും. അത് വജ്രപ്രസ്ഥാനമാണ്. അതല്ലാതെ എല്ലാം ഒരേ അളവിൽ തന്നെ പോകുന്നത് കൂർമ്മപ്രസ്ഥാനമാണ്. ആമത്തോടിൻ്റെ പുറത്ത് വരുന്നത്, ആമയുടെ മുകളിൽ വരുന്ന രീതി വരുന്നത്. അല്ലാതെ നേരെ മുകളിലേക്ക് വരുന്നത് മേരുപ്രസ്ഥാനമാണ്. എല്ലാം പ്രത്യേകം അളവിൽ പോകുന്നത്. അതിന് കൃത്യമായിട്ടുള്ള അളവുണ്ട്. അതായത് ചക്രത്തിൻ്റെ വിസ്താരം, അതിൻ്റെ ഒരു വശം, ആ വശം തന്നെ ആയിരിക്കും ചക്രത്തിൻ്റെ ഉയരം. അങ്ങനെ വന്നാൽ മേരുപ്രസ്ഥാനം, പൂർണ്ണമേരു. അതിൻ്റെ പപ്പാതിയാക്കിയാൽ അർദ്ധമേരു എന്ന് പറഞ്ഞാൽ വീതിയുടെ തുല്യമാണ് ഉയരമെങ്കിൽ മേരു പ്രസ്ഥാനം, അത് പകുതിയാണെങ്കിൽ അർദ്ധമേരു.